അവർ ഫയർ വാൾ വെച്ച് VPN സെറ്റ് ചെയ്തേക്കാം. കോൺഫിഗറേഷൻ ഏതാണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പൊളിക്കാൻ പറ്റുമോ നോക്കാം. എടാ അവിടുന്ന് മോളത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണം കേട്ടോ. അവർ കണ്ണാനും പെട്ടാ അത് പണിയോ. അല്ല, ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിക്കും. നീ പോണ്ട, ഉദയം പോട്ടെ. സാധനം ഇവിടെ ഇരിക്കണെന്ന് പറഞ്ഞാൽ മതി. സെറ്റ് കയറി ചെല്ലുമ്പോഴേ ലെഫ്റ്റ് സൈഡിൽ കമ്പ്യൂട്ടർ ഇല്ലാത്തൊരു ടേബിൾ ഉണ്ട്, അതിൻ്റെ താഴെ ഉണ്ട്. ഓക്കെ. എടാ നീ എന്ത് പറഞ്ഞിട്ട് കയറാൻ പോണേ? നീ ആ ചില്ലറ പൈസ എടുത്തേ, ചില്ലറ പൈസ എടുത്തേ കൊടുക്ക്. ഓക്കെ. നിങ്ങൾ 16% എന്ന് പറഞ്ഞാൽ എനിക്ക് 16% തന്നെ കിട്ടണം, അല്ലാണ്ട് ഞാൻ അവിടെ പോകില്ല. സാറേ അത് ഡ്യൂ അല്ലെങ്കിലുള്ള പെർസെന്റേജ് ആണ്. സാർ ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? ഇതിൽ എനിക്കൊന്നും അത് നിങ്ങൾ അന്ന് ചെയ്യാനില്ല. പറഞ്ഞിട്ട് പണയം വെക്കാൻ വന്നപ്പോ സാറേ അത് അന്ന് പറയാനും സാറിന് നിയമങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. ഞാൻ ഇനി ഇതൊക്കെ പഠിച്ചിട്ട് വരണം. സാറിന് വല്ല അറിയുമെങ്കിൽ സാറ് പോയി ബാങ്ക് മാനേജറോട് വെച്ച് സാറേ. ചേച്ചി 2 വീലർ ലോണിന്റെ കാര്യത്തിൽ വന്നാ പറഞ്ഞവർക്കൊക്കെ പ്രിന്റ് ഔട്ട് കൊടുക്കണമെന്ന് കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ ഈ സാറിനൊന്ന് ഡീൽ ചെയ്തോട്ടെ. ബീവറേജിൽ പോയെന്നാ ഇതിലും പെട്ടെന്ന് കാര്യം നടന്നല്ലോ. സാറേ സാറ് ഇവിടെ കിടന്ന് ചൂടായിട്ട് ഒരു കാര്യമില്ല. സാറിന് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ സാറ് ഇതേ മാനേജറോട് പോയി ചോദിക്കും. സാറിന് ഇന്ന് തന്നെ പണിയെടുക്കണമെന്നുണ്ടോ? വരുന്നുണ്ടോ? എന്തായി കിട്ടിയ? ഏതാന്ന് വെച്ചെടുത്തോ. ഏതാന്ന് വെച്ചാല് എടത് നെറ്റ്വർക്ക് സ്വിച്ച്, ഇതാണ് മോഡം. ആന്റിന ഉണ്ടാ? എടാ രണ്ടും ഒരേപോലെ ഇരുന്നാറിനോട് ഞാൻ ഊരിയത്. എടത് ഊരണ്ടല്ലോ, അവിടുത്തെ നെറ്റ് മൊത്തം പോവും. അവരെങ്ങനെ നെറ്റ് ഓഫീസിലേക്ക് വിളിച്ചാ മൊത്തം പണിയാണ്. നീ കൊണ്ടേ കുത്തിയേ. എനിക്ക് ഊരാൻ മാത്രമേ അറിയുള്ളൂ, കുത്താറിനൂടാ. അടിപൊളി. ഞാൻ കൊണ്ടുപോയി കുത്തിക്കോളാം. ചില്ലറ പൈസ. നിങ്ങൾ ഈ റോയൽ പെരിയാർ എന്നുള്ള പേരും വെച്ച് ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങിയേക്കണോ? നീയേ എന്റെ പൊന്നു മോളെ, നീ ആ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചേ അശ്വതി മേഡത്തിന്റെ അടുത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്ത് തരാൻ പറ. ചേച്ചി അങ്ങനെ ചെയ്താൽ പ്രശ്നമാവും. അതൊരു കാര്യം ചെയ്ത് നമുക്ക് 16 ഇട്ട് കൊടുക്കാം. നെറ്റും ഇല്ല, എന്ത് നശിച്ച ദിവസം. നെറ്റും ഇല്ലേ? അനീഷേ ആ ഞാനേ ബൈക്ക് ലോണിന്റെ കേസ് അറിയാൻ വന്നതാ. ഞാൻ നാളെ വന്നോളാം. അർജന്റ് പ്രശ്നമാണ് അനീഷ. നെറ്റും ഇല്ല, കസ്റ്റമറാണ് റൂഡ്. നീ ഒന്ന് നോക്കിയേ. അല്ല നിങ്ങൾ നമുക്കൊന്നും സർവീസ് തരില്ലല്ലോ, അതല്ല ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഓർഡർ. ഹെഡ് ഓഫീസിൽ നിന്ന് ആൾ വരുമ്പോഴത്തേക്കും സമയം എടുക്കും. നീ ഒന്ന് നോക്കടാ. നെറ്റിന്റെ സെറ്റിംഗ്സ് ഒന്ന് നോക്കിയേ. ഇല്ല, കിട്ടുന്നില്ല. കിട്ടണില്ല? ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ സിസ്റ്റം. കുറെ നേരം പോയിട്ട് കുറച്ച് സമയം. ആ ചേച്ചിയെ ആ കണക്ഷൻ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയേ. കിട്ടണ്ട? ഒരു മിനിറ്റ് ഏട്ടാ, നോക്കട്ടെ. ചെക്ക് ചെയ്ത് നോക്കിയേ. കിട്ടണ്ട? കിട്ടണ്ട? കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. ചേച്ചി സർവീസ് ചാർജ് 200 രൂപ. ആ അനീഷേട്ടാ, ഞാൻ പാസ്വേഡ് അറ്റാക്ക് ചെയ്ത് നോക്കി, പക്ഷെ അത് നടപടിയാണല്ല. വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പുറത്തിൽ ചോദിച്ചോണ്ടിരിക്കായിരുന്നു. ആ ഇത് അത്യാവശ്യം നല്ല പണിയുണ്ട്. അവന്മാര് VPN ഇംപ്ലിമെന്റ് ചെയ്ത് തരണേ. ഞാൻ റിവേഴ്സൽ എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചോളട്ടാ. ഞാൻ എന്തായെന്ന് അറിയാണ്ടി വിളിച്ചതാ. ചേട്ടാ അവരുടെ ഒരു ഇന്റേണൽ സോഫ്റ്റ്വെയർ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് അവരുടെ IT സപ്പോർട്ടിന്റെ ആണെന്ന് തോന്നണത്. ആ ഇതാണ് ടിക്കറ്റിംഗ് സിസ്റ്റം. ഇവിടെ നിങ്ങൾ ബ്രാഞ്ചസ് കൊടുക്കുക. ഇവിടെ കംപ്ലൈൻറ്റ് എന്താണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലൊരു അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഞാനത് നോക്കട്ടെ കേട്ടാ, നോക്കിയിട്ട് വിളിക്കാം. ആ മാഡം, സോഫ്റ്റ്വെയർ ഹാക്ക് ആയതാണ്, പേടിക്കേണ്ട, ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ആ സാറേ, ഇല്ല സോഫ്റ്റ്വെയർ ഹാക്ക് ആയതാണ്, ബുദ്ധിമുട്ട് മനസ്സിലായി സാറേ. എത്രയും പെട്ടെന്ന് ശരിയാക്കാം. സർ ചിൽസ് ബാക്കപ്പ് എടുത്തുകൊണ്ട് 2 മണിക്കൂറിനുള്ള ബ്രാഞ്ചസ്. 2 മണിക്കൂർ നിന്റെ വായിന്നൊന്ന് കേൾപ്പിക്കരുത്. നീ നിനക്ക് അറിയില്ല എൻ്റെ പഴയ സ്വഭാവം.
ഇവിടെ എനിക്ക് ഹാക്കിംഗ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടില്ലേ? ഈ കാശ് മുഴുവൻ മുടക്കിയിട്ട് താഴെ പറഞ്ഞ സാധനം അവിടെ ഞാൻ വാങ്ങി വെച്ചത്. എന്നിട്ട് പിറ്റേന്ന് തന്നെ വന്ന് പറയുകയാണ് വീണ്ടും ഹാക്കിംഗ് ആയി, ഉള്ള ഡീറ്റെയിൽ എല്ലാം ഡിലീറ്റ് ആയി പോയെന്ന്. സാർ ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാനായിരുന്നു നമ്മൾ പബ്ലിക്കിൽ നിന്ന് മാറ്റി VPN ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ താൻ കാര്യം ചെയ്യും, ഈ കമ്പ്യൂട്ടർ എല്ലാം കൂടെ എടുത്ത് വല്ല കിണറ്റിലും കൊണ്ടിടും. എന്നിട്ട് നാളെ മുതൽ കസ്റ്റമേഴ്സിന് പേപ്പറിൽ എഴുതി റെസിപ്റ്റ് കൊടുക്കാം. അയ്യോ സാർ, നമുക്ക് സോഫ്റ്റ്വെയർ ഇല്ലാണ്ട് NBFC നടത്താൻ പറ്റില്ല. RBI റൂളാണ്. ആണോ? എന്നാ ഒരു കാര്യം ചെയ്യും, ഹാക്ക് ചെയ്തവനെ പോയി കണ്ടുപിടിച്ചോണ്ട് വന്ന് തന്റെ കസേരയിലോട്ട് ഇരുത്ത്. എന്നിട്ട് താൻ വല്ല കപ്പിലെട്ടി കച്ചവടത്തിനും പോകും. അങ്ങനെയെങ്കിലും എനിക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് അറിയാമല്ലോ. സാർ ഞാനൊരു ഡൗട്ട് പറഞ്ഞാൽ ടെൻഷനാവരുത്. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ സെക്യൂരിറ്റി വീക്കായതുകൊണ്ട് ഏതോ പിള്ളേർ കയറി കളിക്കുന്നതെന്നായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മളെ ആരോ ടാർഗറ്റ് ചെയ്യുന്നതാണെന്ന്. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരോ പ്രൊഫഷണൽ ഹാക്കേഴ്സിനെ ഇറക്കി കളിക്കുന്നതാണെന്ന്. ഹാക്കിംഗ് തടയൽ അവിടെ നിൽക്കട്ടെ, ഇതാരാ ചെയ്തതെന്നൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? എനിക്ക് അറിയണം അതാരാന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. ഹായ്, ചെയർമാൻ്റെ ക്യാബിൻ. ആ കാണുന്നത്. എക്സ്ക്യൂസ് മീ. ആ വാ വാ, ഇത് സിമി. ഹലോ സർ. സിമി ഇരിക്കുക. സിമി ഒരു എത്തിക്കൽ ഹാക്കറാണ്. ആ, എവിടെയാ സിമിൻ്റെ നാട്? എൻ്റെ സ്വന്തം സ്ഥലം ഇടുക്കിയാണ്. ഇപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, പെരുമ്പള്ളിശ്ശേരി. ആ, ഇപ്പോൾ വർക്ക് ചെയ്യുന്നൊന്നുമില്ലേ? ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പം മോൻ ചെറുതായതുകൊണ്ട് വീട്ടിൽ തന്നെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാം. ഹാക്കറെ പിടിക്കാൻ സിമിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സിമി കമ്പനിയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടാണ്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് വലിയ വിശ്വാസമൊന്നുമില്ല. അത്രയ്ക്ക് പഠിച്ച കള്ളനാണ് അവൻ. ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം സാർ. ട്രൈ ചെയ്താൽ പോരാ, നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യണം. എനിക്ക് ഇവിടുത്തെ സെർവർ ഒന്ന് കാണാൻ പറ്റുമോ? ഈ സെർവർ റൂം ഇവിടെ ആദ്യം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഹാക്കിംഗ് കഴിഞ്ഞപ്പോൾ സെർവർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തതാണ്. ആ. ഇതെന്തോ? ആ, ഇത് എൻ്റർ തലാണ്. എൻ്റർ മാത്രം അടിക്കണമെങ്കിൽ ഇത് അടിച്ചാൽ മതി. ചെയർമാൻ്റെ മോളിൽ കണ്ടുപിടുത്താണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. കീബോർഡ് ഇല്ലേ? ആ, താങ്ക് യു. ആ കാണിച്ച്. ആ വിനോദേ, ഒന്ന് മോനെ നോക്കണം. തന്നെ ഈ പരിപാടി നിർത്തിക്കോട്ടാ, ഡേഞ്ചറാണ്. അത് ഹണി പോട്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് കേട്ടാ. അത് അവരുടെ IP-യിലേ ഒരു ഫേക്ക് സ്ക്രീൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് കയറിയത്. അവരത് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. പേടിക്കാനൊന്നുമില്ല, ഓലപ്പാമ്പ് കെട്ടിയതാണ് അവന്മാർ. ഓലപ്പമാണെങ്കിലാടാ അവർക്ക് കാതർന്നുള്ള പേര് മനസ്സിലായത്. അതവർ VPN പ്രൊഫൈൽ നെയിം നോക്കി മനസ്സിലാക്കിയല്ലേ. എടാ നീ പയ്യനാണ്, നീ കളിക്കുന്നത് ഒരു കമ്പനിയുടെ കേട്ടാ. അവർ വീട്ടിലേക്ക് അന്വേഷിച്ച് വരും. അതിനവർക്ക് എൻ്റെ ലൊക്കേഷൻ കിട്ടണം. അത് കിട്ടാതിരിക്കാനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്തായാലും ഇപ്പം അവന്മാരൊന്ന് കുലുങ്ങിയിട്ടുണ്ട്. നിന്റെ കോൺഫിഡൻസ് കാണുമ്പോൾ എനിക്ക് പേടിയാവണ്.